ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മി സിജിയർ. വെൽക്കം ബാക്ക് ടു ക്രിയോടോപ്പി. ഇന്ന് നമ്മൾ എപ്പിസോഡ് 3 ആണ്, അതായത് അഡോബി XD UI ഡിസൈനിൻ്റെ എപ്പിസോഡ് 3 ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, എപ്പിസോഡ് 2 അതായത് പ്രീവിയസ്ലി നമ്മൾ ചെയ്ത എപ്പിസോഡിൽ നമ്മൾ UI ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കണ്ടത്. അപ്പോൾ എപ്പിസോഡ് 3ൽ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ UI ഡിസൈന് എങ്ങനെ നമ്മൾ മോഷൻസ് ആഡ് ചെയ്യാം, അതായത് ആനിമേഷൻസ്, അതായത് ഇൻട്രാക്റ്റീവ് പ്രോട്ടോടൈപ്പ് എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് 2ഉം എപ്പിസോഡും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണാം. ഞാൻ ലിങ്ക് ഇവിടെ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എപ്പിസോഡ് 2ലെ UI ഡിസൈൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് XDയിൽ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ മോഷൻസും ആനിമേഷൻസും ഒക്കെ കൊടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മളെ പഴയ സ്ക്രീൻ, അതായത് ഫസ്റ്റ് നമ്മൾ UI ചെയ്ത, അതായത് ഒരു പോർട്ട്ഫോളിയോ ആപ്പിൻ്റെ UI ആണ് നമ്മൾ ആദ്യം, അതായത് എപ്പിസോഡ് 2ൽ ചെയ്തത്. അപ്പം ഇതിൽ നമുക്ക് എന്താ പറയുക, മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മെനുവിൻ്റെ ഒരു ലിസ്റ്റ് ഐക്കൺ ഉണ്ട്, പിന്നെ അതുപോലെ സെർച്ച് ബട്ടൺ ഉണ്ട്, അതുപോലെ നമ്മൾ ആപ്പിൻ്റെ പേരുണ്ട് സെൻട്രലായിട്ട്, പിന്നെ നമ്മളെ നോർമലി ഉള്ള മെനൂസുകൾ, അതായത് ഫിൽട്രേഷൻ അതായത് വർക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസുകളുണ്ട്. പിന്നെ നമുക്കുള്ളത് ലേറ്റസ്റ്റ് വർക്ക് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, അതായത് ടൈലായിട്ടുള്ളതുണ്ട്. പിന്നെ അതിനെ ലിസ്റ്റാക്കാനുള്ളൊരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഫസ്റ്റ് നമ്മൾ UIയിൽ കാണുന്നത്. അപ്പം ഇന്ന് നമ്മൾ മോഷൻസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് അഡീഷണൽ സ്ക്രീൻസ് കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ അതും കൂടി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെനൂസ് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ മെനൂസ് നമുക്ക് പുഷ് മെനു ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത സ്ക്രീനിൻ്റെ ഒരു കോപ്പി എടുക്കുക, അതിന് കമാൻഡ് D യൂസ് ചെയ്യുക. അതായത് മാക്കിലാണെങ്കിൽ കമാൻഡ് D, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ D യൂസ് ചെയ്യുക. എന്നിട്ട് കമാൻഡ് D യൂസ് ചെയ്തിട്ട് ഒരു കോപ്പി എടുക്കാം. ഓക്കെ, കോപ്പി എടുത്തതിന് ശേഷം നമുക്ക് നോർമലി നമ്മൾ ഈ സ്ക്രീൻസിനെ നമ്മൾ മൊത്തത്തിലൊന്ന് ഗ്രൂപ്പ് ചെയ്യാണ്. അതായത് കമാൻഡ് G വെക്കുക, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ബട്ടണിൽ ഗ്രൂപ്പ് കാണാം. ഓക്കെ, ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു മെനൂസ് നമ്മൾ പുഷ് ചെയ്ത് വരികയാണ് മെനൂസ്. അപ്പോൾ നമ്മൾ എന്താക്കുക, ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ ഗ്രിഡിൽ ഈ ലാസ്റ്റ് വരുന്ന ഗ്രിഡിൻ്റെ അവിടെ മൂവ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് വരേണ്ടത് ഇതാണ് നമ്മളെ മെനുവിൻ്റെ ഏരിയാസ്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ മെനൂസ് ആഡ് ചെയ്യാം. ഇതിൽ നമുക്ക് നമ്മളെ പ്രൊഫൈൽ ആഡ് ചെയ്യാം. പ്രൊഫൈൽ നമ്മളെ സെയിം, അതായത് മെറ്റീരിയൽസിൻ്റെ ഒക്കെ സൈസും കാര്യങ്ങളൊക്കെ സെയിം തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം അതിനുവേണ്ടി നമുക്ക് ഇതിനെ ഞാനിവിടെ അസറ്റ്സിൽ ആഡ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ക്യാരക്ടർ സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പോപ്പിൻസ് 12pxലുള്ള ക്യാരക്ടർ സ്റ്റൈൽ നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ അൺസെലക്റ്റഡ് ആയിട്ടുള്ളതിൻ്റെയും നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ ഇതിനെന്താക്കുക, പോപ്പിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ, അപ്പം നമ്മൾ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽ വ്യൂ കാണിക്കാൻ വേണ്ടി നമുക്കൊരു മെനു ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൽ നമ്മൾ വർക്ക് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, പ്രൊജക്ട്സ് ആക്കുന്നുണ്ട് ഞാൻ. പ്രൊജക്ട്സ്, അതുപോലെ നമ്മൾ ലേറ്റസ്റ്റ് വർക്ക് എന്നുള്ള ലേറ്റസ്റ്റ് പ്രോജക്ട്സ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു മാറ്റം വരുത്തിയതാണ്. ഓക്കെ, ഇത് നമ്മൾ പ്രോജക്ട്സ് ആക്കും. പ്രോജക്ട്സ്, ഓക്കെ, ലേറ്റസ്റ്റ് പ്രോജക്റ്റ്, പ്രൊഫൈൽ, ലേറ്റസ്റ്റ് പ്രോജക്റ്റ്. പിന്നെ നമുക്ക് ചാറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഫ്രണ്ട്സുകളെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസും കൂടി കൊടുക്കുക. ഓക്കെ, ഫൈൻഡ് ഫ്രണ്ട്സ്, അതായത് ഫ്രണ്ട്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഉള്ളിലായിരിക്കും ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് മതി, ഫ്രണ്ട്സ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലോഗൗട്ട് ഓപ്ഷൻസ് വേണം. ഞാൻ ഇത്രയും മെനുവായി കാണിക്കുന്നു, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട്
മെനൂസ് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഞാനൊന്ന് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി നമുക്കിത് മെനൂസിനെ നമ്മൾ പുഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മെനൂസിനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതെന്താവും, ക്ലോസ് ബട്ടാക്കണം. അപ്പം ഇതിനെ ഞാൻ പൊസിഷനൊന്നും മാറ്റാതെ തന്നെ നമ്മൾ അതിൽ തന്നെ ഒരു ക്ലോസ് ബട്ടൺ ആക്കി എടുക്കാൻ നോക്കാം. അപ്പം സൈസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഒരു 2px ബോർഡർ കൊടുക്കുന്നുണ്ട്. ബോർഡറിൻ്റെ സൈസ് 2px ആക്കി, വൈറ്റ് ആക്കി. അതിനുശേഷം കമാൻഡ് D വെച്ച് ഞാൻ അതിൽ കോപ്പി എടുത്തതിന് ശേഷം നമുക്കിവിടെ ഫ്ലിപ്പ് ചെയ്താൽ മതി. അപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, ക്ലോസ് ആയി. ഓക്കെ, ക്ലോസ് ബട്ടൺ ഓക്കെ ആണ്. അപ്പം ഇത് അപ്പിയർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് സ്ക്രീനിലേക്ക് പോവാണ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ മെനൂസ് വരുന്നത്. അപ്പം ക്ലോസ് ബട്ടൺ അവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രൊഫൈലിനെ ഇങ്ങനെ ഇവിടെ കാണിക്കാം. മെനൂസിനൊക്കെ പ്രൊഫൈൽ ലിസ്റ്റിംഗ് മെനൂസിനെ നമുക്ക് ടോപ്പിലായിട്ട് കാണിക്കാം. ലോഗൗട്ട് ഇവിടെ നിന്നോട്ടെ. ഓക്കെ ഫൈൻ. ഇനി നമുക്കിതിനൊന്ന് ആനിമേറ്റ് ചെയ്യാം. അപ്പോൾ ആനിമേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ XDൻ്റെ ഇൻ്റർഫേസ് പരിചയപ്പെടുമ്പോൾ നമ്മളൊരു സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോടൈപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത് ഓൺലി ഫോർ ആനിമേഷൻസും, അതായത് നമുക്ക് സ്ക്രീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യാൻ മാത്രമാണ്. അപ്പം ഇതിൽ നമുക്ക് ഓരോ അസറ്റ്സിനെയും നമുക്ക് എന്താക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് ഇൻട്രാക്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിവിടെ ലിസ്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോർമലി ഈ സ്ക്രീൻസ് വരണം. ഈ സ്ക്രീൻസ് വരുമ്പോൾ നോർമലി നമുക്ക് സ്ക്രീൻസ് വരും. ഇപ്പോൾ നമുക്ക് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ആ സ്ക്രീൻസ് വരികയാണ്. പക്ഷേ നമുക്ക് ആ സ്ക്രീൻസിൻ്റെ ആനിമേഷൻസ്, അതായത് ഇൻട്രാക്ഷൻസ് വരുന്ന രീതി, ഒരു പുഷ് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺസെലക്റ്റ് ആയി, കണ്ടോ ഈ ലൈൻ സെലക്റ്റഡ് അല്ല. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്റ്റഡ് ആയി. ഓക്കെ, സെലക്റ്റഡ് ആയപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ട്രിഗർ കാണും. ട്രിഗർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏത് ഇവൻ്റാണ് യൂസ് ചെയ്യേണ്ടത് ഫോർ ആനിമേഷൻസ്, അതായത് ഫോർ പ്രോട്ടോടൈപ്പ് വർക്ക് ചെയ്യാൻ ഏത് ട്രിഗറാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിൽ ടാപ്പാണ്. ഇപ്പം നമ്മൾ മൊബൈലിലൊക്കെ ആണെങ്കിൽ ടാപ്പ് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ തൊട്ട് പോകുന്നത് അതിനെയാണ് ടാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രിഗർ വർക്കാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്യാം. അതുപോലെ കീബോർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കീ കമാൻഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെസിഫൈ ആയിട്ടുള്ള കീസൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന രീതിയിലാക്കാം. അതുപോലെ വോയിസ് യൂസ് ചെയ്യാം. നമ്മളൊരു വോയിസ് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്ന രീതിയിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. നമ്മളെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ നമ്മൾ ഓക്കെ ഗൂഗിൾ, അതുപോലെ സിറി ഒക്കെ വർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് വോയിസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താവും, ഇവൻ്റ് വർക്ക് ചെയ്യും. ആ ഒരു രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഞാൻ ടാപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടാപ്പ് ഈസ് ഫൈൻ. ദെൻ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമേഷൻ്റെ ആ ഒരു ഇതാണ്, ടൈപ്പ് ഓഫ് ആനിമേഷൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം ഓട്ടോ ആനിമേഷൻ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസിഷൻ യൂസ് ചെയ്യുക, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യുക. പക്ഷേ നമ്മളെ ഈ ഒരു പർപ്പസിന് വേണ്ടി നമുക്ക് ട്രാൻസിഷൻ ആയിരിക്കും ബെറ്റർ. അപ്പോൾ ട്രാൻസിഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം ട്രാൻസിഷൻ്റെ ആനിമേഷൻസ് ഏത് ടൈപ്പ് ഓഫ് ആനിമേഷനാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഡിസോൾവ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുഷ് ചെയ്ത് വരേണ്ടതുകൊണ്ട് നമുക്ക് സൈഡ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ചൂസ് ചെയ്യാം, സ്ലൈഡ് ലെഫ്റ്റ്. ഇനി നമുക്ക് കാണാൻ പറ്റും ഈസ് ഇൻ ഓപ്ഷൻ. ഈസ് ഇൻ, ഈസ് ഔട്ട്, അതായത് സ്മൂത്ത്നെസ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്, ഓപ്ഷൻസാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈസ് ഇൻ, ഈസ് ഔട്ട് യൂസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം സെക്കൻഡ് ചൂസ് ചെയ്യാൻ, അതായത് ഡ്യൂറേഷൻസ്, എത്ര ടൈമിങ് വേണം നമ്മൾ ആനിമേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഇപ്പം ഇതേപോലെ തന്നെ 0.3 സെക്കൻഡ് കിടക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് പ്രിവ്യൂ നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളെ ഹോം സ്ക്രീൻ വന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റൈറ്റിൽ നിന്നാണ് വന്നത്. നമുക്ക് വേണ്ടത് ലെഫ്റ്റിൽ നിന്ന് പുഷ് ചെയ്യുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പം നമുക്ക് പുഷ് ലെഫ്റ്റ് കാണാം. ഇത് സ്ലൈഡാണ്, സ്ലൈഡല്ല നമുക്ക് വേണ്ടി പുഷാണ് വേണ്ടത്. അപ്പോൾ പുഷ് ലെഫ്റ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം പ്രിവ്യൂ നോക്കുക. അപ്പോൾ പുഷ് ലെഫ്റ്റാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് പുഷ് റൈറ്റ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ പുഷ് റൈറ്റ് കൊടുക്കുമ്പം നമ്മളത് പുഷ് ചെയ്ത് റൈറ്റിൽ നിന്ന് പുഷ് ചെയ്ത് വരികയാണ്. അപ്പം നമ്മൾ ഈ ക്ലോസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യണം, അതായത് പുഷ് ലെഫ്റ്റും വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ ആനിമേഷൻസ് കണ്ടോ, പുഷ് ലെഫ്റ്റ് ചെയ്തു, കണ്ടോ
അപ്പോൾ ആ ഒരു രീതിയിലാണ് ആനിമേഷൻസ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം അത് നിങ്ങൾ ഓരോ ക്രിയേറ്റീവ് ഐഡിയക്ക് അനുസരിച്ചാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പം നോർമലി നമ്മൾ സ്റ്റാൻഡേർഡ് വേയിൽ കാണുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓവർ ഹൈഡിൽ നിന്ന് നമ്മൾ എന്താകുന്നത് പുഷ് ചെയ്ത് വരികയാണ്. അതിനുശേഷം നമുക്ക് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളെ ആ ഒരു സെക്ഷൻ. പിന്നെ നമുക്ക് വേണ്ടത് മെനൂസാണ്. അപ്പോൾ മെനൂസ് നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്. ഡിസൈനിൽ പോയി കഴിഞ്ഞാൽ ഈ മെനൂസിനെ നമ്മൾ ഈ ഓട്ടോ സ്ക്രോൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്താക്കാൻ പറ്റുന്നത്, സ്ക്രോൾ ചെയ്യുന്ന ഓപ്ഷൻസ് അവിടെ എനേബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഫുള്ളി വരുന്നുണ്ട്. അപ്പോൾ ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട പാർട്ട് എവിടെ നിന്നാണോ സ്ക്രോൾ വരേണ്ടത് ആ ഒരു പാർട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ആ ഒരു പാർട്ടിൽ ഉള്ളിൽ നിന്നും സ്ക്രോൾ ഓട്ടോമാറ്റിക് എനേബിളാണ്. ഓക്കെ, ഇത് നമുക്ക് ഹൊറിസോണ്ടലും വെർട്ടിക്കലും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആനിമേഷൻസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആനിമേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം പ്രിവ്യൂ കൊടുക്കുന്നു. ഇതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കാണിക്കുന്നത്. അപ്പം ഇത് വർക്കായിട്ടുണ്ട്, നമ്മളെ മെനു വർക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ടോപ്പിൽ നിങ്ങൾക്കൊരു റെക്കോർഡിംഗ് സെക്ഷൻ കാണാം. ഈ റെക്കോർഡിംഗ് സെക്ഷന് നമ്മൾ എനേബിൾ ആക്കിയതിന് ശേഷം, അതായത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ റെക്കോർഡിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കേസർ നിങ്ങൾക്ക് കാണാം. നമുക്കിതിനെ ഈ രീതിയിൽ ഇങ്ങനെ പരിചയപ്പെടുത്താം. അതുപോലെ നമുക്ക് ആനിമേഷൻസൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. അതിനുശേഷം മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ മെനൂസ് വരുന്നു. അതുപോലെ ക്ലോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലോസ് ആകും. അതിനുശേഷം നമ്മൾ റെക്കോർഡ് ബട്ടൺ ഒന്നും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളോട് സേവ് ചെയ്യുന്ന പാത്ത് ചോദിക്കും. നമുക്ക് വേണ്ട സ്ഥലത്ത് സേവ് ചെയ്യാം. ഞാനിപ്പോൾ എപ്പിസോഡ് 3 എന്ന് പറഞ്ഞിട്ട് EP3 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. അതിൽ UI മോഷൻ ഓക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ MP4 ഫോർമാറ്റിൽ നമ്മളെ പ്രോട്ടോടൈപ്പ് സേവ് ആയിട്ടുണ്ട്. നമുക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഡെസ്ക്ടോപ്പ് EP3 ഓക്കെ, ഇതാണ് നമ്മളെ ചെയ്ത മോഷൻസ് ഇവിടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അതേപോലെ വളരെ സിമ്പിളായിട്ടാണ്, നിങ്ങൾ കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് മോഷൻസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഓരോ പാർട്ടും നമുക്ക് ഇതുപോലെ ആനിമേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ ആപ്പ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ രീതിയിൽ നമുക്ക് മോഷൻസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പറയാൻ പോകുന്നത് വെച്ചാൽ ഈ ഇങ്ങനെ ചെയ്തതിന് നമ്മൾ നോർമലി നമ്മൾ ഈ വീഡിയോ ഫോർമാറ്റിൽ നമ്മൾ ക്ലയൻറ്റിനോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യും. പക്ഷേ ഇതിന് പകരം നമ്മളെ XDയിൽ വേറൊരു ഓപ്ഷൻസ് ഉണ്ട്, ഷെയർ ഓപ്ഷൻ. അതായത് ഈ പ്രോട്ടോടൈപ്പിൻ്റെ തൊട്ട് അടുത്ത് കിടക്കുന്ന ഓപ്ഷൻസ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ഓപ്ഷൻ കാണാം. അപ്പോൾ ഷെയർ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ലിങ്ക് കാണാം. ക്രിയേറ്റ് ലിങ്ക് കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളുടെ വർക്കിൻ്റെ അതായത് ആനിമേഷൻസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഈ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ ബ്രൗസറിൽ ലൈവായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, പ്രിവ്യൂ കാണാൻ പറ്റും. ഇത് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലയൻറ്റിനൊക്കെ കാണിക്കുന്ന ടൈമിൽ ഈ രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്കിവിടെ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അത് വളരെ ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നമ്മൾ ആനിമേഷൻസ് കണ്ടോ ഇവിടെ വർക്ക് ചെയ്യാവുന്നുണ്ട്, ആനിമേഷൻസ് വർക്ക് ആവുന്നുണ്ട്. കൂടാതെ നമുക്ക് എന്താക്കാം, ക്ലയൻറ്റിന് നമുക്ക് ഇവിടെ കമൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു പോയിൻറ്റിലൊക്കെ നമുക്ക് കമൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യാം, ദിസ് ഈസ് നോട്ട് കറക്റ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ നമുക്ക് എന്താക്കാം അവിടെ കമൻറ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡിസൈനേഴ്സിന് ഇത് വളരെ ഹെൽപ്പായിരിക്കും. അവർക്ക് അവരെ കമൻസുകൾ ആ ഒരു റിലേറ്റഡ് പാർട്ടിന് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ UI ഡിസൈന് മോഷൻസും ആനിമേഷൻസും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ UI ഡിസൈനിന് നമ്മൾ മോഷൻസ് ആഡ് ചെയ്തിട്ട് പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ ചെയ്ത UI ഡിസൈന്, അതായത് UI ഇങ്ങനെ മോഷൻസ് ആഡ് ചെയ്തിട്ട് XD തന്നെ മോഷൻസ് ആഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എക്സ്പോർട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.
അപ്പം നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. സി യു ബൈ.